നമ്മുടെ സരിഗമപ എന്ന് പറഞ്ഞ ഷോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ജഡ്ജസ് ആണ്. ഈ ജഡ്ജസിന്റെ ഈ എനർജിയാണ്. താങ്ക് യു ചേച്ചി, ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിക് റിയാലിറ്റി ഷോ ആണ് സരിഗമപ. അതാദ്യമായിട്ട് നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ മലയാളം ടെലിവിഷൻ സ്ക്രീനിൽ ഫസ്റ്റ് ടൈമായിട്ട് വരികയാണ്. ഫസ്റ്റ് സീസൺ ഒരു ഹൈ പെർഫോമൻസോട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഹൈ ഓൺ എനർജി. ഞാൻ ഭയങ്കര പ്രൗഡാണ് ഈ ഷോയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. എന്താണെന്ന് വെച്ചാൽ സീ ചാനൽ നാഷണൽ ചാനലാണ്. ആ സീ ചാനൽ നമ്മുടെ കേരളത്തിലേക്ക് സീ കേരളമായിട്ട് വന്നു. ആൻഡ് സരിഗമപ എന്ന് പറഞ്ഞ നാഷണൽ ഷോ നമ്മുടെ കേരളയിൽ അവതരിപ്പിക്കുന്നു. നമ്മൾ ഫസ്റ്റ് സീസൺ തുടങ്ങുകയാണ്. അതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഗോപിച്ചേട്ടാ, എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ് ഇതിൽ ഏജ് പാസ് ഒന്നും ഇല്ല എന്നുള്ളത്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ പാട്ട് ഒരു പുതിയ ശബ്ദം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ നിന്നെങ്കിലും നമുക്കൊരു പുതിയ ശബ്ദങ്ങൾ ഉണ്ടാവട്ടെ. ആ ശബ്ദത്തിനെ ഞങ്ങളെല്ലാവരും കാതോർക്കുകയാണ്. അപ്പോൾ ആ ഒരു പുതിയ ശബ്ദത്തിനായിട്ട് ഞങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും അനുഗ്രഹം വേണം ഈ ഷോയിലോട്ട്. താങ്ക് യു സോ മച്ച്. ഷാനിക്ക, എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു മ്യൂസിക് റിയാലിറ്റി ഷോ തുടങ്ങുന്നു എന്ന് പറയുമ്പോഴും നാച്ചുറലി ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഓക്കെ, കാരണം ഇനി ഇവരൊക്കെ ആയിരിക്കും ഇനി പ്ലേ ബാക്കിലേക്കൊക്കെ വരാൻ പോകുന്നത്, ഇവരൊക്കെ ആയിരിക്കും ഇനി നമ്മുടെ സ്റ്റേജസിലൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളൊരു സംഭവം. അപ്പോൾ അത് സരിഗമപ പോലത്തെ ഒരു ഷോ കൂടി ആവുമ്പോൾ ഈ പറഞ്ഞ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ 10 മടങ്ങ് ഇരട്ടി അങ്ങോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്.